എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. വീട്ടിലൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോഴോ ഇല്ലാന്നുണ്ടെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വെറൈറ്റി ഉള്ളൊരു സ്വീറ്റാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ സ്വീറ്റ് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് പഴമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് ട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിലേക്ക് നേന്ത്രപ്പഴം എടുക്കുമ്പോൾ കുറച്ച് നന്നായിട്ട് പഴുത്ത പഴം നോക്കിയിട്ട് എടുത്തോളൂ കേട്ടോ. അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. ഇനി നല്ല പേസ്റ്റ് പോലെ ഇതൊന്ന് അരച്ചെടുക്കാം. കണ്ടോ, ഇപ്പോൾ ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മളിപ്പോൾ അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റ് ഇല്ലേ, ഇത് ഒഴിച്ച് കൊടുക്കാം. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ നെയ്യിൽ വേണം ഈ പഴമൊക്കെ ഒന്ന് വെന്ത് വരാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തു. അപ്പോൾ പഴമൊക്കെ നെയ്യിലിങ്ങനെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ പാലും ഇനി ഇതിലൊന്ന് ചൂടായിട്ട് വരണം. ഇപ്പോൾ പാലും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തു. അപ്പോൾ ഇതൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ 1/2 കപ്പ് റവയാണ് ട്ടോ എടുത്തിട്ടുള്ളത്. റവ എടുക്കുമ്പോൾ വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല കേട്ടോ, ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി ഇത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ റവ കട്ട പിടിക്കും. അപ്പോൾ ഇതേപോലെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ കുറച്ച് നേരം നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ തന്നെ ഇത് വെന്ത് വരുമ്പോൾ റവയൊക്കെ സോഫ്റ്റ് ആയിട്ട് വരും, നമുക്കറിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്ത് ഇതും ഇനി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടാക്കി എടുത്തു. അപ്പോൾ കണ്ടോ, റവയൊക്കെ കുക്കായിട്ട് വന്നു. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഇങ്ങനെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഈ സമയമാകുമ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ചൂട് പോകാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചെറിയ ചൂടിൽ തന്നെ ഇനിയൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് നെയ്യോ ഇല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ചെറിയ ചൂടുണ്ട്. ഈ ചൂടിൽ തന്നെ വേണം കേട്ടോ നമ്മളത് ചെയ്തെടുക്കാനായിട്ട്. ഞാനപ്പോൾ ചെറിയൊരു വലിപ്പത്തിലാണ് ട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എത്രത്തോളം വലിപ്പം വേണമെന്ന് വെച്ചാൽ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. പരമാവധി നമ്മൾ ഇതേപോലെ ചെറിയ ഷേപ്പിൽ എടുക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടെ നല്ലത്. നമുക്ക് കഴിക്കാൻ എളുപ്പം ഇതായിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കിനി ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഞാൻ ഇവിടെ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റീമറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അത് സ്റ്റീം ചെയ്തെടുക്കണത് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് സ്റ്റീം ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് മാത്രം വെച്ചാൽ മതി, കൂടുതലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നമ്മളെല്ലാം കുക്ക് ചെയ്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയട്ടെ, അതിനുശേഷം നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. കണ്ടോ, ഇപ്പോൾ എല്ലാം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എടുത്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ സ്റ്റീം ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സ്വീറ്റ് റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കാഷ്യൂസ് ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ കുറച്ച് കാഷ്യൂസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല കേട്ടോ. ഇതൊക്കെ നമുക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ ഇനി ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ.
ഇപ്പോൾ ഇത് ഫ്രൈ ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് റൈസിൻസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് രണ്ടും നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കോരിയെടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് സേമിയ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനപ്പോൾ 1 കപ്പ് സേമിയയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരും. അപ്പോൾ അതുവരെ നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ സേമിയ എല്ലാം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ കണ്ടോ നന്നായിട്ട് തന്നെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് കോരി എടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ പാനിലേക്ക് തന്നെ 1/2 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഷുഗർ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഇതിങ്ങനെ മെൽറ്റായിട്ട് വരാനായിട്ട് തുടങ്ങും. അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ. ഇപ്പോൾ കണ്ടോ ഷുഗറൊക്കെ ഒന്ന് അലിഞ്ഞ് വരാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുക്കുക. ഷുഗർ നമ്മൾ കാരമൽ ചെയ്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളർ ചേഞ്ച് ആവും. ഇപ്പോൾ കണ്ടോ ഇതിൻ്റെ കളറൊക്കെ ഇങ്ങനെ ചേഞ്ച് ആയിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും നമുക്ക് നല്ല കളറായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ഷുഗർ കാരമൽ ചെയ്യുമ്പോൾ ഒരുപാട് ഡാർക്ക് കളറാക്കി എടുക്കരുത് കേട്ടോ. ഒരുപാട് ഡാർക്ക് കളറാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സ്വീറ്റ് റെഡിയാക്കി എടുക്കുമ്പോൾ ചെറിയൊരു കയ്പ്പ് ടേസ്റ്റ് വരും ഷുഗർ കാരമൽ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കണം. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് ചേഞ്ച് ആയിട്ട് വന്നു. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനി നമ്മൾ ഡാർക്ക് കളർ ആക്കരുത്. ഈ ഒരു സമയമാകുമ്പോൾ ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ 1 ലിറ്റർ പാലാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുമ്പോൾ കണ്ടോ ഷുഗർ കാരമൽ ചെയ്തത് ഇതേപോലെ കട്ട പിടിക്കും. അത് കുഴപ്പമില്ല കേട്ടോ. അത് ചൂടാവുന്നതനുസരിച്ചിട്ട് ഇത് മെൽറ്റായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. പാലെല്ലാം ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ പാല് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തു. ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സേമിയയില്ലേ ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി സേമിയ ഈ പാലിൽ കിടന്നിട്ടൊന്ന് കുക്കായിട്ട് വരണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടാക്കി എടുത്തു. കണ്ടോ ഇതെല്ലാം ഒന്ന് തിളച്ച് വന്നു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കണ്ടോ സേമിയ എല്ലാം കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഷുഗർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഷുഗർ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ ഓൾറെഡി ഷുഗർ കാരമൽ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ബനാന ബോൾസില്ലേ ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം. ആ ബോൾസിലേക്കും ഈ മധുരക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇപ്പോൾ കുറച്ച് നേരം കൂടെ മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടാക്കി എടുത്തു. അപ്പോൾ കണ്ടോ ഇതെല്ലാം ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്യൂസ് റൈസിൻസ് ഇല്ലേ ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം സേമിയ ആയതിൻ്റെ പേരിൽ തന്നെ നമ്മളിത് ഓഫ് ചെയ്ത് തണുത്ത് വരുമ്പോൾ ഒന്നുകൂടെ ഒന്ന് തിക്കാവും. അപ്പോൾ ഈ സമയമാകുമ്പോൾ തന്നെ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. അതല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ. തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴും സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള സ്വീറ്റ് ഇതോടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. നല്ല ക്രീമി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ് കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒക്കെ പറയാം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്